ആലുവയിൽ അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി പീഡനത്തിനിരയായ കേസിൽ പ്രതിക്ക് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. അതേസമയം പീഡന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കുട്ടിയെ കൊലപ്പെടുത്തിയ അമ്മയുടെ മൊഴി. കേസിൽ അമ്മയുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, ഇന്നലെ അമ്മയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ പോക്സോ കേസിൽ അറസ്റ്റിലായ ബന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും തെളിവെടുക്കേണ്ടതും ഒക്കെയുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്ക് കൂടെ കടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 2 കേസുകളായി തന്നെ ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണല്ലേ? തീർച്ചയായും ജിൽസി, 2 കേസുകളും അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ റൂറൽ SP നിയോഗിച്ചിട്ടുണ്ട്. 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ 2 കേസുകളും അന്വേഷിക്കുക. ആലുവ പുത്തൻകുരിശി DYSPമാരാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക. ഇന്ന് ഈ പ്രതിക്ക് വേണ്ടി, പോക്സോ കേസിലെ പ്രതിയായ അടുത്ത ബന്ധുവിന് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇയാളെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമാകും കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടി കുറേ നാളുകളായി ഈ പീഡനത്തിന് ഇരയായിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ മാത്രമേ എത്ര കാലമായി അയാൾ ഇത്തരത്തിൽ ഈ ക്രൂരകൃത്യം ചെയ്യുന്നുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഈ പ്രതിയായ അമ്മ, ഈ കൊലപാതക കേസിലെ പ്രതിയായ അമ്മ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ള 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി ഈ പ്രതിയെ വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇവരുമായി കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കൃത്യമായൊരു മോട്ടീവ് പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്ത് കാരണത്താലാണ് ഈ കുട്ടിയെ കൊന്നതെന്ന് പല മൊഴികൾ അമ്മ പോലീസിന് നൽകുന്നുണ്ട്. ഈ ഭർത്തൃവീട്ടുകാരുള്ള അവരോടുള്ള ദേഷ്യം കാരണമാണ് ഈ കുട്ടിയെ കൊന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയുന്നത്. പക്ഷേ അപ്പോഴും ഭർത്തൃവീട്ടുകാരുള്ള ഈ ദേഷ്യത്തിന് എന്തുകൊണ്ടാണ് കുട്ടിയെ കൊന്നതെന്ന ചോദ്യത്തിന് അമ്മ ഇപ്പോഴും പോലീസിന് മൊഴി നൽകുന്നില്ല. ഒപ്പം തന്നെ ഈ പീഡന വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് അമ്മ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇത്തരത്തിലൊരു സംഭവം നടന്നതായി താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നോ എന്ന് പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പീഡന വിവരം അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന് എന്തെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ ഈ 2 കേസിലെയും പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകളുടെ ആവശ്യമില്ല എന്നും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരെ ഈ കൃത്യം നടത്തിയ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ, മറ്റക്കുഴി, തിരുവാങ്കുളം, അല്ലെങ്കിൽ ആലുവ, കുറുമശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിലും എത്തിച്ചിവരെ ഇന്നോ നാളെയോമായി തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ജിൽസി, ശരി.